പടഭണ്ഡാരം പോലെ ഒരു ഓഫീസും എടുത്തിട്ട് അതിന്റെ മുതലാളി കസേരയിൽ യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത രണ്ട് കിഴങ്ങന്മാരും കയറിയിരുന്നു എന്താണ് അവന്മാരുടെ കാട്ടിക്കൂട്ടുന്നത്. അതും അവന്മാരെക്കാളും ബോധമില്ലാത്ത രണ്ട് കിഴങ്ങത്തികളെ സ്റ്റാഫായിട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരൊറ്റ ദിവസം ഇതുങ്ങൾ നേരത്തും കാലത്തും ജോലിക്ക് വന്നിട്ടില്ല. അഥവാ വന്നാൽ തന്നെ നേരെ ചൊവ്വ എന്തെങ്കിലും ജോലി ചെയ്തതുമില്ല. ഇതുങ്ങളെല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്താ വേണം ഇവിടെ ക്യാബിനിൽ AC വർക്ക് ചെയ്യുന്നില്ലേ? ആ രേഷ്മയും മീനും എന്താ ഇത് ഇത്രയും നേരമായിട്ട് വരാത്തെ? ഇന്നത്തെ കാര്യമാണോ അതോ എല്ലാ ദിവസവും കാര്യമാണോ? ഓ ഇപ്പൊ സ്ഥിരമായിരുന്നോ? എന്താന്നാ ചോദിച്ചേ? എന്റെ പൊന്നു വേണം പറയാതിരിക്കാൻ വയ്യ. രണ്ടെണ്ണം പഠിച്ച കളികളാ. ഞാൻ പറയണതിന്റെ മാക്സിമം പറഞ്ഞു. പക്ഷെ നന്നാവണമെങ്കിൽ നമ്മൾ സ്വയം തന്നെ തീരുമാനിക്കണ്ടേ. ഒരു സ്ഥാപനമാകുമ്പോൾ അതിന്റെ ചിട്ടയും കാര്യങ്ങളൊക്കെ ഇല്ലേ. മാസം അവസാനം ഇപ്പൊ സാലറി എണ്ണി വാങ്ങണ്ടല്ലോ. അതിന്റെ ഒരു പകുതി ശുഷ്കാന്തി ജോലി കാണിക്കാൻ പാടില്ലേ. രാവിലെ ആകുമ്പോ എത്ര വൈകി വന്നാലും പോവാൻ നേരത്തെ നോക്കണം. പൊന്നു വേണം പറയാതിരിക്കാൻ വയ്യ. മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം അവരുടെ കാര്യങ്ങൾ. ഓ അവർ രണ്ടുപേരും വന്ന ആദ്യം എന്നെ വന്ന് കാണാൻ പറയണം. പറയാം ഞാൻ. ശരി. ആ രാവിലെ എന്നെ രണ്ടുപേരെ പറ്റി ദുഷി പറഞ്ഞപ്പോ എന്തൊരു സന്തോഷം. രാവിലെ മനസ്സമാധാനത്തിൽ വന്ന് ഒരു ചായയും കുടിച്ച് ആ ദിവസം തുടങ്ങുന്നതിന്റെ ഒരു ഫീല്, ആഹാ അതൊരു വല്ലാത്ത സുഖം തന്നെയാണല്ലേടി. സത്യം തന്നെ. വന്നത് ഭയങ്കര അഡിക്ഷൻ ആയിട്ടുണ്ട്. ഇവിടെ എനിക്ക് പോകാനേ തോന്നില്ല അല്ലേ? ആ അതെ അതെ. നമുക്കൊരു കാര്യം ചെയ്താലാ, ആ മെഷീൻ എടുത്തേ നമ്മൾ ഇരിക്കുന്നവിടെ കൊണ്ടുവച്ചാലാ, അതാകുമ്പോ ഇടക്കിടക്ക് ഇങ്ങോട്ട് ഓടി വരണ്ടല്ലോ. അത് ശരിയാവില്ല. ഇതാകുമ്പോ കോഫി ബ്രേക്കിന്റെ പേര് പറഞ്ഞ് ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ അവിടെ തന്നെ പണിയെടുക്കേണ്ടി വരില്ലേ? നീ പറഞ്ഞത് പോയിന്റാണ്. ഈ പണിയെടുക്കുന്നത് മാത്രമല്ല കാര്യമൊന്നുമല്ല. നമ്മൾ ഈ വീട്ടിൽ പണിയൊന്നും എടുക്കാണ്ടിരുന്ന് എല്ലാ മാസം അക്കൗണ്ടിലേക്ക് സാലറി ഇങ്ങനെ ക്രെഡിറ്റ് ചെയ്യാം. അടിപൊളിയായിരിക്കില്ലേ? എന്തൊരു ക്ലീശ ഡയലോഗ്. ഇതൊന്നും നടക്കില്ല എന്ന് എനിക്ക് തന്നെ നന്നായി അറിയാം. ഞാൻ ചുമ്മാ അങ്ങ് വിടല. വെറുതെ അല്ല നീ ഒന്നും ഉയരാത്തത്. ഓ മോള് പിന്നെ അങ്ങ് ജീവിതത്തിൽ പടർന്ന് പന്തലിച്ച് ഉയർന്നു നിൽക്കുവാണല്ലോ. എങ്ങനെ ഉയരും? നിന്റെ ഒക്കെ കൂടെയല്ലേ കൂട്ട്. ഈ ഒരു എനർജി എനിക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ടല്ലോ. നിന്റെ ഒക്കെ ചിന്താഗതി നന്നാവണം, എന്നാലും ഞാൻ രക്ഷപ്പെടും. നിന്റെ കൂട്ട് എന്ന് വിടുന്നോ അന്ന് ഞാൻ രക്ഷപ്പെടും. നിന്നെ ആരെങ്കിലും പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടോ കൂട്ടുവിടാണ്ടിരിക്കാൻ? അതെ, എന്റെ എനർജി നിന്നെ തളർത്തുന്നുണ്ടെങ്കിലേ നീ നിന്റെ കാര്യം നോക്കി പോണം. ഇങ്ങനെ കൂടെ നടക്കുന്നവരെ പറ്റി കുറ്റം പറയുന്നവരുടെ കൂടെ നടത്തം നിർത്തിയാൽ തന്നെ ഞാൻ നന്നാവും. നീ ഒരുപാട് പുണ്യവതി ആവില്ലേ മീനു? നിനക്ക് എന്ന് റിലേഷൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയതാ നിന്റെ ക്യാരക്ടറിന്റെ മാറ്റം. നീ എന്തെങ്കിലും എന്റെ റിലേഷൻ ഒന്ന് നിർത്ത്. രാവിലെ തന്നെ അടിയും കുടിക്കൊണ്ട് നാണാവല്ലേ ഇങ്ങനെയാണ് അടികൂടാ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മീനുമേടത്തിന്റെ അടുത്ത് രാവിലെ എന്റെ വാദം വാദിച്ചിട്ട് വന്നു. നീ വാദം വരാതെ എന്ത് ചെയ്തു? വാദിച്ചു. നീ വാദിച്ചു. അത് ഞങ്ങൾക്ക് വേണ്ടി. അതെ. ചുമ്മാ ഡയലോഗ് അടിക്കാണ്ട് പോലാ സാറേ. ഞാൻ പൊക്കോളാം, പക്ഷെ നിങ്ങളും കൂടെ വരണം. നിങ്ങളെ കാത്തിരിക്കും മീനുമേട അവിടെ. എന്തിന്? ചെന്ന് ചോദിക്കും. എനിക്കറിയാൻ പറ്റാ. രാവിലെ തന്നെ എന്റെ ക്യാബിനിലേക്ക് വിളിച്ചിട്ടേ നിങ്ങളുടെ രണ്ടുപേരും കുറ്റം എടുത്ത് പറഞ്ഞോണ്ടിരിക്കാം. അപ്പൊ ഞാനാ പറഞ്ഞു രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാലും ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്ത പിള്ളേരാണ്. എന്നിട്ട് അവസാനം ഇങ്ങനെയൊക്കെ ആയി. ഈ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹമൊന്നേ എനിക്കിതൊരു അനുഭവിക്കേണ്ടി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എനിക്ക് ഉറപ്പാണ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം പഠിച്ച ലാസർ പോകും. എടാ ക്ഷമിക്കടാ, നിന്നൊരു ക്രിമിസ്ഥാനത്ത് കണ്ട് ശീലിച്ചു പോയി. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. എടാ ഞങ്ങക്ക് വിശ്വാസമാടാ നിന്നെ. അല്ലാതെ ഒരാൾ ഇത്ര ഉള്ളിതൊട്ട് സംസാരിക്കില്ല. വിടടാ, സോറി. ഞാനങ്ങനെ ഒന്നും ഉള്ളിൽ വെക്കാറില്ല എന്നൊക്കെ അറിയാം. പിന്നെ എനിക്ക് മറ്റൊന്നുപോലെയൊക്കെ നേരിടുമെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നിങ്ങളോട്ട് സമയം കണ്ടാ അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, നിങ്ങൾ കേറിക്കോ. ഞാൻ വരുന്നില്ല. എടാ നീ കൂടെ വാടാ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നീ മാത്രല്ലേ ഉള്ളൂ. ആഹാ അതാണ് പ്രശ്നം. നിങ്ങളില്ലാത്തപ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ നിർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കെങ്ങനെ ഈഗോ ഹേർട്ട് ആയി കഴിഞ്ഞാൽ എന്നെ എങ്ങനെ പറഞ്ഞു വിട്ടാലോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങളില്ലാത്തപ്പോഴേ ഇതുപോലെ ആവശ്യത്തിലേറെ സപ്പോർട്ട് ചെയ്താൽ മതി. അതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും. നീ ഇത്ര നല്ലവനായിരുന്നല്ലോടാ. ഞങ്ങൾ മനസ്സിലാക്കാൻ വല്ലാതെ വൈകി. ചക്കര ജനിച്ചു കുട്ടാ. പിന്നെ എന്നെ ഇങ്ങനെ കൊഞ്ചിക്കാണ്ട് വേഗം ചെയ്ത് കാര്യം നോക്കണം. ഓൾ ദി ബെസ്റ്റ്.
മാഡം ഞങ്ങളോട് വരാൻ പറഞ്ഞിരുന്നോ? ഇപ്പോഴാണ് എഴുന്നള്ളുന്നത് രണ്ടാളും. അത് മാഡം ഞങ്ങൾ നേരത്തെ എത്തിയതായിരുന്നു, പക്ഷെ ഒരു കോഫിയൊക്കെ കുടിച്ച് കയറാമെന്ന് വിചാരിച്ചൊക്കെ. ഇപ്പൊ സമയം എത്രയായി? 10:45. നിങ്ങൾ എത്ര മണിക്കാ വരേണ്ടിയിരുന്നത്? 9:30. സമയത്തിന് വരികയില്ല, എന്നിട്ട് കോഫിയൊക്കെ കുടിച്ച് സൗകര്യത്തിന് വരൂ. സോറി മാഡം, ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം. ഓ, അപ്പൊ ആ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല, ശ്രമിക്കാമെന്ന്. അയ്യോ അല്ല മാഡം, ഞങ്ങൾ ഇനി തൊട്ട് ഇത് ആവർത്തിക്കില്ല. ഇന്ന് രാവിലെ 9:30 മണി മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരു ആഡിൻ്റെ കൺസെപ്റ്റ് റെഡിയാക്കാനുണ്ട്. ഒരു ജ്വല്ലറി ഓണറാണ് ക്ലയൻറ്റ്. പുള്ളിക്ക് ബഡ്ജറ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു ഐഡിയ റെഡിയാക്കാൻ പറ്റുവാണെങ്കിൽ ഇത് നമ്മൾ മുന്നേ ചെയ്തതുപോലൊന്നുമല്ല, ഒരു വമ്പൻ പ്രോജക്റ്റ് ആയിരിക്കും. ഓ, ഒരു വർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും രണ്ടിൻ്റെയും മുഖം മാടിയല്ലോ. ഈ വർക്ക് നമ്മൾ ചെയ്തു കൊടുത്താലേ അവരുടെ എല്ലാ വർക്കുകളും നമുക്ക് തന്നെ കിട്ടുമെന്ന്. എന്ന് വെച്ചാൽ ആഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്കതൊരു നല്ല മൈലേജ് ആയിരിക്കുമെന്ന് പറഞ്ഞല്ലോ, മനസ്സിലായോ? എന്നാൽ അത് മാത്രമല്ല, ബെസ്റ്റ് വർക്ക് ചെയ്തു തരുന്ന ആൾക്ക് സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. നിന്റെ അഹങ്കാരത്തിന് ഇന്നത്തോടെ വിരാമം വീണു. നല്ല ഉഗ്രൻ ഐഡിയ ഞാൻ കൊടുത്ത് നിന്നെക്കാൾ ശമ്പളം കൂടുതൽ വാങ്ങി നിന്റെ മുന്നിൽ ഞെളിഞ്ഞ് നടക്കാനുള്ള സമയമായിരിക്കണം. നീ ഇപ്പം എനിക്കൊരു മലത്തി കളയുന്ന ചിന്തിക്കുന്നുണ്ടാവില്ല രേഷ്മ? പക്ഷെ ഇത് വെറും സ്വപ്നം മാത്രം. നിനക്ക് മുന്നേ കിട്ടുന്നൊരു ഐഡിയ കൊടുത്ത് നിന്നെയൊക്കെ ശമ്പളം വാങ്ങി നിന്റെ മുമ്പിൽ ഞാൻ മൂങ്കോക്ക് നടത്തും. ഇതെന്താണ് രണ്ട് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി കൺസെപ്റ്റ് റെഡിയാക്ക പിള്ളേരെ, നമുക്ക് അതിനു വേണ്ടി സമയമൊന്നുമില്ല. ഓക്കെ ഓക്കെ മാഡം. രാവിലെ തന്നെ വയറ് നിറച്ചും കിട്ടിയില്ലേ രണ്ടെണ്ണത്തിനും? നല്ല ശമ്പളം കൂട്ടി കിട്ടാൻ പോകുന്നു. അതെനിക്ക് മാത്രമായിരിക്കും, എന്ന് മാത്രം. എന്നാ കാണാം നമുക്ക്. അത് കാണാം. അതെ, രാവിലെ തന്നെ താമസിച്ച് വന്ന ശമ്പളം കൂട്ടിത്തരുമെന്ന് ആരാ പറഞ്ഞേ? താമസിച്ച് വരുന്നതിനല്ല, വൈകുന്നേരത്തിന് മുന്നേ ഒരു ഐഡിയ കൊടുത്താലും സാലറി കൂട്ടി കിട്ടും. അതെനിക്ക് മാത്രമായിരിക്കും ഉറപ്പാണ്. പിന്നെ ഇത് ചിന്തിക്കുന്നു മാത്രം. പാവ ഇങ്ങനെ കിടന്ന് പിച്ചുമ്പയും പറയാനാ യോഗം. ഇൻഗ്രീഡിയന്റ് മേടിച്ചേ ഞാൻ എന്റെ പാട്ടിന് പോടി. നമുക്ക് കാണാടി. എന്ത് കാണാനിരിക്കുന്നടി? നീ എന്നോട് രാവിലെ സംസാരിച്ചതിനൊക്കെ ഞാൻ ഇതിലൂടെ മറുപടി തന്നിരിക്കും. രാവിലെ എന്നോട് ഒരു കാര്യം തട്ടിക്കറി നീയാ. അതിനൊക്കെയുള്ളത് നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അതിനുള്ള തുടക്കം മാത്രമായിരിക്കും ഈ ഇൻക്രിമെന്റ്. ഞാനായിട്ട് ഇനി ഇതിൽ കൂടുതൽ ഇടപെടണ്ട. രണ്ടെണ്ണം കൂടി തമ്മിൽ തല്ലി ഉള്ള ജോലിയും കളഞ്ഞോളൂ.